ഒരു 40-45 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ഉമ്മയുണ്ടായിരുന്നു. ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് എൻ്റെ വീടും ഉമ്മയുടെ വീടും തമ്മിൽ. ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിലാണ്. ഈ ഉമ്മയുടെ പ്രധാന പണി പച്ചക്കറി കച്ചവടമാണ്. ഇപ്പം ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഈ ഉമ്മ പച്ചക്കറിയുമായിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ പിള്ളേർ പച്ചക്കറിയൊക്കെ കൊണ്ടിരുന്നതിനടുത്ത് കൂടി നിൽക്കും. അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങൾ പറയും. പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയും, നിങ്ങളും ഞങ്ങളും ചേട്ടാനിയന്മാരുടെ പിള്ളേരാണ്. അപ്പം ഇത് പെട്ടെന്ന് എനിക്കത് മനസ്സിലായില്ലെങ്കിലും മനസ്സിൽ കിടന്നു. ചേട്ടാനിയന്മാരുടെ പിള്ളേരെന്ന് പറയുന്നത് അടുത്ത ബന്ധുക്കാരൊന്നും അല്ലെന്ന് എനിക്കറിയാം. മതപരമായി എന്തോ ആണെന്ന് മനസ്സിലായെങ്കിലും പക്ഷേ കൂടുതലായിട്ട് എനിക്കത് മനസ്സിലായില്ല. വർഷങ്ങൾ കഴിഞ്ഞു. മീൻ കച്ചവടക്കാരൻ ഇക്കയുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ അതുവഴി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പെരുന്നാളാണ്, നിങ്ങളുടെ ബൈബിളിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഇബ്രാഹിം നബിയുടെ കാര്യം. എൻ്റെ ഉള്ളിൽ പഴയ ആ ഒരു കണക്ഷൻ കിടക്കുന്നതുകൊണ്ട് ഇതും കൂടെ ചിന്തിക്കാനൊരവസരമായി. 10-20 വർഷങ്ങൾക്ക് ശേഷം ദയാസാഗർ എന്ന് പറഞ്ഞ ഒരു സീരിയൽ അന്നത്തെ ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം പെട്ടെന്ന് അന്നത്തെ പത്രങ്ങളിലൊരു വാർത്ത വന്നു. കാശ്മീരിലെ മുസ്ലിം സംഘടനകൾ പ്രതിഷേധിച്ചു. ദയാസാഗർ സീരിയൽ ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല, കാരണം ഞങ്ങളുടെ ഈസാ നബിയെക്കുറിച്ച് അതിലുണ്ട്, അതുകൊണ്ടത് പാടില്ല എന്ന് ആ പത്രക്കുറിപ്പിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ക്ലിയറായി. പഴയതും കൂടെ ചേർത്ത് പിടിച്ചപ്പോൾ ഇവരുടെ ഈസാ നബി എന്ന് പറയുന്നത് നമ്മുടെ യേശു ക്രിസ്തു ആണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നുള്ളത് ഉറപ്പായി. കാലം കഴിഞ്ഞു. പിന്നെയും ഒരു 10-18 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പലരോടും അന്വേഷിക്കാൻ തുടങ്ങി. അന്നുണ്ടായിരുന്ന കോളേജ് കാലത്തെ മുസ്ലിം സുഹൃത്തുക്കളോട് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കും വലിയ പിടിയൊന്നുമില്ല. പക്ഷെ നമ്മൾ 2 സമുദായങ്ങളും ചേട്ടാനിയന്മാരുടെ മക്കളാണ് എന്നവർ പറഞ്ഞു. അങ്ങനെ ഏകദേശമൊക്കെ ഉറപ്പിച്ചു. ആദാമും ഹവ്വായും മോശയും ദാവീദും എല്ലാം മുസ്ലിംസിനും ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെയും കാലങ്ങൾ കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് ലഭ്യമായിരുന്നില്ല. സ്നേഹസംവാദം എന്നൊരു പരിപാടി, MM അക്ബറുടെ സ്നേഹസംവാദം എന്ന് പറഞ്ഞ പരിപാടി ഒരു നഗരത്തിൽ വന്നപ്പം അവിടെയുള്ള കുറേ ക്രൈസ്തവ സുവിശേഷകർ ഈ പരിപാടി കേൾക്കാനായിട്ട് അവിടെ കടന്നു ചെല്ലുന്നു. ചെന്നിട്ട് തിരിച്ചു വന്നപ്പോൾ അവരെന്നെ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോയതാണ്? ഇതുപോലെ സ്നേഹസംവാദം എന്ന് പറഞ്ഞൊരു പരിപാടിക്കകത്ത് പോയത്. അയ്യോ, അതെന്തുവെന്ന് നമുക്കൊന്നും മനസ്സിലാകത്തില്ല, മുഴുവൻ അറബിയിലാണ്, പക്ഷേ നമ്മളെ നമ്മളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതിനു മുമ്പ് അലവി അച്ഛൻ എന്ന് പറഞ്ഞ ഒരാൾ മലബാറിലുണ്ടായിരുന്നു. അദ്ദേഹം ഇത് സംബന്ധിച്ച് 1-2 ബുക്ക് എഴുതിയെങ്കിലും ഇഞ്ചിൽ നിന്നും പറഞ്ഞ ആ ഭാഷ അത്ര വഴങ്ങാത്തത് കൊണ്ട് അത് ശ്രദ്ധിക്കാൻ അത് ഉള്ളിൽ കയറിയില്ല. കാലങ്ങൾ കഴിഞ്ഞ് അവസാനം കൊറോണയൊക്കെ വന്ന് ആ സമയത്ത് ഒരു ദിവസം ഒരാൾ വിളിച്ചിട്ട് പറയുന്നു, ഇതിനകത്തൊരു യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്, സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ എന്ന ഒരാൾ നടത്തുന്ന വീഡിയോ ആണോ എന്ന്, പ്രോഗ്രാമാണോ എന്ന് കാണണമെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോഴാണ് ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായത്. ഖുറാൻ്റെ മലയാള പരിഭാഷ ഇറങ്ങിയിരുന്നു. ഇതൊക്കെ വായിച്ചപ്പോഴും കേട്ടപ്പോഴും ഖുറാനെക്കുറിച്ച്, ഹദീസുകളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടായി. ആരാണ് ക്രൈസ്തവർ ദൈവമായി കരുതുന്ന ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു ഖുറാനിൽ ഈസാ നബി എന്ന പേരിലാണ്. അത് യഥാർത്ഥ യേശുക്രിസ്തു തന്നെയാണോ ഈസാ നബി? ചിന്തിച്ചു,
പല മെസ്സേജുകളും കേട്ടു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് YMCAയിൽ അനിൽകുമാർ വി അയ്യപ്പനും രാഹുൽ ഈശ്വറും തമ്മിൽ നടന്ന ഒരു സംവാദവും കണ്ടു. വളരെ ക്ലിയറായി യേശുക്രിസ്തു ഖുറാനിൽ വരേണ്ട ഒരു വ്യക്തിത്വമല്ല. കാരണം യേശുക്രിസ്തു ജനിച്ച് 600 വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം. അതിൽ യേശുക്രിസ്തുവിനെ അറിയാവുന്നവരോ കണ്ടവരോ ആയ അപ്പോസ്തലന്മാരോ ഒന്നുമില്ല. ഒരാൾക്ക് സ്വപ്ന ദർശനത്തിൽ ലഭിക്കുന്നു എന്ന് കരുതുന്ന കാര്യങ്ങളാണ് ഈസാ നബി എന്ന പേരിൽ അതിനകത്ത് വരുന്നത്. ഈസാ നബി എന്ന പേരിലുള്ള ആളിൻ്റെ സ്വഭാവങ്ങൾ പോലും യേശുക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ല. ക്രിസ്തു പറഞ്ഞ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വലിയ ഉപദേശത്തിന് മുന്നിൽ നിഷ്പ്രഭമാവുകയാണ് മറ്റെല്ലാം. നമ്മെപ്പോലെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുന്നിടത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും, സമാധാനമാകും. ഈസാ നബി ഒരു പ്രവാചകനാണ്. പ്രവാചകൻ എങ്ങനെയാണ് ദൈവപുത്രനാകുന്നത്? യേശുവിൻ്റെ മഹത്വം പാപികൾക്കായി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു എന്നതാണ്. മാത്രമല്ല 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ ഏറ്റവും മർമ്മപ്രധാനമായ ഈ കാര്യങ്ങൾ നിഷേധിക്കുന്ന ഈസാ നബി എങ്ങനെ യേശുക്രിസ്തു ആകും? ചിന്തിക്കാൻ കഴിയുമോ? അങ്ങനെ പറയുന്നത് തന്നെ ദൈവനിന്ദ കുറ്റം ആരോപിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ക്രൈസ്തവരങ്ങനെ കേസിനും വഴക്കിനും ഒന്നും പോകുന്നില്ല. അവരിൽ ഭൂരിഭാഗവും ജീവനുള്ള ദൈവത്തെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ദൈവം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പോകുന്നവരാണ്. ദൈവത്തിന് വേണ്ടി ചാടുകയും അടിയുണ്ടാക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം ശക്തിമാനാണ്, ഭൂലോകത്തെ സൃഷ്ടിച്ചവനാണ്. ആ ദൈവത്തിന് വേണ്ടി നാം അടിയുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാണ്? നമുക്ക് പ്രഗത്ഭനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ ഭഗവാൻ എന്തിനാണ് പാറാവെന്ന് ചോദിച്ച ഒരു ചോദ്യം ഓർത്തുപോയി. ദൈവം തന്നെ സംരക്ഷിക്കാൻ ദൈവത്തിന് ശക്തിയില്ലെങ്കിൽ നമ്മൾ ഇറങ്ങണം. ക്രൈസ്തവർക്ക് അവരുടെ ദൈവത്തിൽ പരിപൂർണ വിശ്വാസമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ലോകം അത് തിരിച്ചറിയും. യേശുക്രിസ്തു കാണിച്ചു തന്ന നല്ല പാഠങ്ങൾ, നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കപ്പെടും എന്ന് ഉറപ്പുണ്ട്. ക്രിസ്തു പഠിപ്പിച്ച വഴി തിരഞ്ഞെടുത്തവൻ അതിൽ ഉറച്ചു നിൽക്കും. താൽക്കാലികമായ പ്രഹരങ്ങളോ പ്രശ്നങ്ങളോ ദുഃഖങ്ങളോ ഒന്നും അവനെ ആ വിഷയത്തിൽ അലട്ടുകയില്ല. ദൈവത്തിൻ്റെ കണക്കിൽപ്പെടാത്തവൻ വഴിയിലൂടെ ഉഴന്നു നടക്കും. കുറേ കഴിയുമ്പോൾ അവന് ദൈവത്തെക്കുറിച്ചൊരു ധാരണ വരും, യേശു ആരാണെന്ന് ചിന്ത വരും, അവൻ മടങ്ങിയെത്തും. അമേരിക്കയിലും UK-യിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അമേരിക്കയിലൊക്കെ ധാരാളം സ്നാനങ്ങൾ നടക്കുകയാണ്. 80-90 വയസ്സുള്ളവരൊക്കെ ക്രിസ്തുവിലേക്ക് ചേരുകയാണ്. ഇത്രയും നാളും പോയ ജീവിതം വ്യർത്ഥമാണെന്ന് അവർക്ക് മനസ്സിലായി. പുതിയൊരു വിഷയമായി വീണ്ടും കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.